ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ നിന്നെ കാശ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതേ എന്നെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്റെ കൊലപാതകത്തിനൊരു പ്രതിയെ കൊടുക്കാനാ. എടാ, ഗുണ്ടാ പണിക്ക് നടന്നാ മാത്രം പോരാ, ഒരല്പെങ്കിലും ബുദ്ധിയും ബോധമൊക്കെ വേണം. നീ കെട്ടം കഴിക്ക. ഇനിയുള്ള കാര്യങ്ങള് നമുക്കൊന്നിച്ച് നീക്കാം. വേരുറച്ചിട്ട് കടയോടെ പറിക്കാൻ നിൽക്കരുത്. പൂർണ്ണമായും കളയണമെങ്കിൽ വേരുറയ്ക്കുന്നതിന് മുമ്പ് അത് ചെയ്യണം. എങ്കിലേ പൂർണ്ണ പരിസമാപ്തിയാകൂ. മനസ്സിലായണോ നിനക്ക്? സത്യം പറടാ, ആരൊക്കെ ഇതിന്റെ പിന്നിലുള്ളത്? ഈ കൊട്ടേഷൻ നീ ആർക്കു വേണ്ടിയാ ചെയ്തത്? പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. സർ, എന്താണോ? കളക്ടർ എത്തിയിട്ടുണ്ട്. ഇവനെ അങ്ങോട്ട് കൊണ്ടുവാ. ഇങ്ങോട്ട് വാടാ. മേഡം, കൊണ്ടുവാടോ അവനെ ഇങ്ങോട്ട്. വാടാ ഇങ്ങോട്ട്, വാടാ ഇങ്ങോട്ട്. ഇവനെ ഒന്ന് കാണിക്കാനാ മേഡത്തെ വിളിച്ചു വരുത്തിയത്. കാണിച്ചു കൊടുക്കടാ നിന്റെ തിരുമോന്താ. മേഡം ഒന്ന് കാണട്ടെ. വിളഞ്ഞ വിത്താ മേഡം ഇവൻ. വളരെ കഷ്ടപ്പെട്ടിട്ടാ ഇവനെ പൊക്കാൻ പറ്റിയത്. കാണിക്കണം, അങ്ങോട്ട് കാണിക്കണം. ഇവനെ എനിക്കറിയാം റസാഖ്. ഇവനാണ് എന്നെയും വിഷ്ണുവേട്ടനെയും കടപ്പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അത് ശരി. കേസുകളപ്പോ വാലേ വാലേ വരുവാണല്ലോടാ. ആജീവനാന്തം അകത്ത് കിടക്കാനുള്ള വകുപ്പുകൾ ഒപ്പിച്ചിട്ടാണല്ലോടാ നീ ഈ കളികളൊക്കെ കളിച്ചത്. മേഡത്തിന് മനസ്സിലായോ? വിഷ്ണുവിനെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് മേഡത്തെ കബളിപ്പിച്ച് പണം കൊണ്ടുപോയതും ഇവൻ തന്നെ, ഡാനിയൽ. മുംബൈയിൽ ഇവൻ ഡാനിയ, പക്ഷേ ഈ രൂപം ഉണ്ടെന്നേ ഉള്ളൂ. മണ്ടന. ഇല്ലെങ്കിൽ മാഡത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ നമ്പറുള്ള സിം കളഞ്ഞിട്ട് അതേ ഫോണിൽ തന്നെ ഇവൻ പുതിയ സിം വാങ്ങിച്ചിടുവോ? ഫോണിൽ പുതിയ സിം ഇട്ട് ഇന്റർനെറ്റ് കണക്ട് ആയാൽ ഫൈൻ മൈ ഡിവൈസ് വഴി ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് ഈ മരമണ്ടൻ മനസ്സിലാക്കിയില്ല. കേരള പോലീസ് ഒരുക്കിയ കെണിയില് ഇവൻ വന്നു കയറുകയായിരുന്നു. പറയടാ, എന്റെ വിഷ്ണുവേട്ടനെ നീയൊക്കെ കൂടി എന്താ ചെയ്തത്? നീ ചോദിച്ച് പണം ഒപ്പിച്ച് നീ പറഞ്ഞ സ്ഥലത്ത് പോലീസുകാരെ അറിയിക്കാതെ ഞാൻ വന്നതല്ലേ? പിന്നെ എന്തിനാണ് എന്നെ ചതിച്ചത്? മാഡം, ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവൻ സത്യം പറയില്ല. ഇവനൊക്കെ വെറും കള്ളക്കൂട്ടങ്ങളാ. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. സത്യം പറയടാ. സത്യം പറയടാ. ആ പണം നീ ആർക്കാണ് കൊടുത്തത്? പറയടാ.
സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ 6ാം വഴിയിൽ ഞാൻ ഊരിയെടുക്കും. പറടാ. പറടാ. സത്യം പറടാ. അടിക്കലേ അടിക്കലേ, ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ആ, പറ. ഞാൻ എല്ലാം പറയാം. ആ, അത് ശരി. അപ്പോ നിനക്ക് സത്യം പറയാൻ അറിയാല്ലേ? പക്ഷേ കിട്ടേണ്ടത് കിട്ടണം. ആ പറ, ആ പണം നീ എന്തു ചെയ്തു? പറയടാ. ആ തട്ടിക്കൊണ്ട് പോക്ക് നാടകം, അത് നീ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്തതാണോ അതോ നിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അവിടെ നടന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് ഇത്തിരി വെള്ളം തരോ? തൊണ്ട വറ്റിപ്പോയിട്ടാ. ഇയാൾക്ക് വെള്ളം കൊടുക്ക്. ദാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെള്ളം കുടിച്ചിട്ട് നീ നിന്റെ അടവങ്കാനും എടുത്താ ചവിട്ടി കൂട്ടും ഞാൻ നിന്നെ ഇവിടെ ഇട്ട്. മനസ്സിലാണോ? കൊടുക്ക്. പറയടാ, എന്താ ഉണ്ടായെന്ന് പറയടാ. അന്നാ തട്ടിക്കൊണ്ടുപോകുന്ന നാടകം അറേഞ്ച് ചെയ്തതും മാഡത്തോട് പണം ആവശ്യപ്പെടാൻ പറഞ്ഞതും ഞാനല്ല. പിന്നെ കടൽക്കരയിൽ വെച്ച് നിനക്ക് ഞാനൊന്ന് തരാൻ ഓങ്ങിയതാ. എന്നാ പിന്നെ തുടങ്ങിയാലോ? നമുക്ക് നമ്മുടെ അംഗം. എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യുന്നതിന് നിനക്ക് എത്ര പണം കിട്ടും? പറ. അബൂബക്കർ നിനക്ക് എത്ര പണം തരും? നീ എന്താ എന്നെ വിലക്കെടുക്കാൻ പോവാണാ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. അബൂബക്കർ നിനക്കിട്ട വില എത്രയാ? അറിഞ്ഞ അതിന് ഡബിൾ മടങ്ങ് വില ഞാൻ നിനക്ക് തരും. സമ്മതമാണെങ്കിൽ നമുക്കൊന്നിച്ച് മറ്റൊരു കളി കളിക്കാം. നിനക്കും പണത്തിന് ആവശ്യമുണ്ട്, എനിക്കും പണത്തിന് ആവശ്യമുണ്ട്. അബൂബക്കറിന്റെ കയ്യിൽ നിന്നുള്ള നക്കാപ്പിച്ചയ്ക്ക് നിൽക്കാതെ നമുക്കൊന്നിച്ച് കാര്യങ്ങൾ നീക്കിയാലോ? സമ്മതമാണെങ്കിൽ സമ്മതമാണെന്ന് പറ. എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ. നീ എന്നെ ചതിക്കോ? എന്റെ ഡാനിയിലാ പോയ അബൂബക്കർ നിന്നെ ചതിക്കില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? എടാ, അയാൾ എന്നെ തട്ടിയ പിന്നെ നീ 1-ാം പ്രതിയാ. പിന്നെ നിന്നെ കാശ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതേ എന്നെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്റെ കൊലപാതകത്തിനൊരു പ്രതിയെ കൊടുക്കാനാ. എടാ, ഗുണ്ടാ പണിക്ക് നടന്നാൽ മാത്രം പോരാ, ഒരല്പെങ്കിലും ബുദ്ധിയും ബോധമൊക്കെ വേണം. നീ കെട്ടം കഴിക്ക. ഇനിയുള്ള കാര്യങ്ങള് നമുക്കൊന്നിച്ച് നീക്കാം.